നമസ്കാരം. സ്ത്രീ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ റിങ്കിൾസും. ഇന്ന് പിഗ്മെൻറ്റേഷനെ കുറിച്ചും ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചും സംസാരിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് കൗടിയാറിൽ കിയാറ മെഡിക്കൽ എസ്തെറ്റിക് ക്ലിനിക് നടത്തുന്ന ഡോക്ടർ നിമ്മിയാണ്. നിമ്മി, സ്വാഗതം. നിമ്മി, സ്ത്രീകളെ ഏറ്റവും അലട്ടുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഈ മുഖത്ത് വരുന്ന കറുത്ത പാടുകളും അതുപോലെ വരകളും, റിങ്കിൾസും. എന്തൊക്കെ ടൈപ്പ് ഓഫ് നമുക്ക് ആദ്യം പിഗ്മെൻറ്റേഷനെ കുറിച്ച് പറയാം, അതായത് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെക്കുറിച്ച്. എന്തൊക്കെ ടൈപ്പ് ഓഫ് പാടുകളാണ് ഉണ്ടാവുന്നത്? പിഗ്മെന്റേഷൻ ഏതൊക്കെ രീതി? പിഗ്മെന്റേഷൻ പല തരത്തിലുണ്ട്. ഇപ്പോൾ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിഗ്മെന്റേഷനിൽ സാധാരണയായി കാണുന്നത് മെലാസ്മ എന്ന് പറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പൊ കവിളുകളുടെ രണ്ട് വശങ്ങളിലായിട്ടോ അല്ലെങ്കിൽ നെറ്റിയില് മൂക്കിലൊക്കെ ആയിട്ട് ബ്രൗണിഷ് കളർ പാച്ചി ഇതായിട്ട് കാണുന്ന, അത് വളരെ ഡിഫിക്കൽട്ടാണ് അത് ട്രീറ്റ് ചെയ്യാൻ പലപ്പോഴും. അപ്പോൾ അതാണ് കോമൺ ആയിട്ട് ഒരു ഏജ്ഡ് ക്ലയൻസിൽ നമ്മൾ കാണുന്നത്. പിന്നെ വരുന്നത് മുഖക്കുരു ഒക്കെ വന്നു പോയതിനു ശേഷം ഉണ്ടാകുന്ന പാടുകൾ. അതും പോകാൻ ഒത്തിരി സമയം എടുക്കും, നമ്മളൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കറുത്ത സ്പോട്ട്സ് പോലെ. പിന്നെ സൺ ഡാമേജ് കൊണ്ട് നമ്മൾ വെയിലൊക്കെ ഏറ്റ് അങ്ങനെ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ഫ്രെക്കിൾസ്, സൺസ്പോട്ട്സ്, ഇതുമാതിരിയുള്ള പിഗ്മെന്റേഷൻ. ഇതാണ് നമ്മൾ കോമൺലി പല ഏജ് ഗ്രൂപ്പുകാരിൽ കാണുന്ന പിഗ്മെന്റേഷൻ. ഇത് ഈ പറയുന്ന പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഉണ്ടാവും, അതോ ഇനി അതായത് ഇപ്പം ആക്നെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്ക് ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു 10-25 വയസ്സ് വരെ അത് കാണാം? അത് ഒരു 45-50 ഇയേഴ്സ് ഉള്ളവർക്കും ഈ ആക്നെ വരുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും വളരെ കോമൺ ആണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ കോമൺ ആണ്. അപ്പൊ അതിന് ഒത്തിരി അണ്ടർലൈങ് പ്രോബ്ലംസ് ഉണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ്. അതെ. അപ്പോൾ എങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ആദ്യമായിട്ട് നമ്മുടെ മുഖത്താണല്ലോ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെയൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇപ്പം മുഖത്തിങ്ങനെ എന്തെങ്കിലും പാടുകൾ വരികയാണെങ്കിൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഫുൾ ചെക്കപ്പ് നടത്തി ഒരു ഹോർമോൺ പ്രൊഫൈൽ അതും കൂടി എടുത്തു നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ലെവൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, തൈറോയിഡ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി അതിൽ വേറെ പ്രശ്നങ്ങളില്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ആ ഹോർമോണൽ ഇംബാലൻസും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അത് ചിലപ്പം പലരും എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1-2 കാണുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് നെഗ്ലക്ട് ചെയ്യും. പിന്നെ അതൊരു വലിയൊരു പ്രോബ്ലം ആകുമ്പോഴത്തേക്കുമാണ്, അതായത് പലരും പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർ ഇത്രയായോ പിന്നെ ആണ് പോയി ഒരു ഡോക്ടറെ കാണുമോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അവിടെ വരുന്നത് ഉണ്ടാക്കാറുണ്ട്. എസ്പെഷ്യലി ഈ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ ഇപ്പം ഒരു ഏജ് ഒരു ഘടകമല്ല. അപ്പൊ പല ഏജുകാർക്ക് വന്നാലും പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമവും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള പ്രയാസവും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് വരാറുണ്ട്. അതെ. പിന്നെ ഏറ്റവും കാരണം പലരും പറയും ഈ മുഖത്ത് ഇത് വരുമ്പോൾ കഷ്ടകാലത്തിനാണ് വരുന്നത്. ഇപ്പം ഈ കരിമംഗല്യം എന്നൊക്കെ പറയും. അപ്പോൾ അത് വരുമ്പോൾ പറയും, എല്ലാവരും പറയും അത് എന്തോ ദോഷത്തിൽ, പിന്നെ പോയി അമ്പലത്തിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇത് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു സമയം എടുക്കുകയും ചെയ്യും. കുറേ കാലം നിന്നിട്ട് അതങ്ങ് എങ്ങനെയോ മാറിപ്പോകുന്നതാണ്. പക്ഷെ പറയുന്ന കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, ശരിക്കും ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലേ? മെലാസ്മ എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ കരിമംഗല്യം എന്ന് പറയുന്നത് അത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഫാക്ട് എപ്പോഴും പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ ഇത് നന്നായി സപ്രസ് ആയിട്ടിരിക്കും. ശരി. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് നിർത്തുകയും നമ്മൾ കെയർ ഒന്നും എടുക്കാതെ ഇപ്പൊ വെയിലൊക്കെ കൊള്ളുക, വെളിച്ചം അധികം, ഫോട്ടോ എഫക്ട് കൂടുകയൊക്കെ ആണെങ്കിൽ ഈ മെലാസ്മ വീണ്ടും റീസർഫസ് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ഇതിന്റെ എപ്പോഴും കോൺസ്റ്റന്റ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്സ് ഇത്തരത്തിലുള്ള കേസസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇപ്പം ഏറ്റവും ഇത് ടീനേജേഴ്സിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 10-40 വയസ്സ് വരെയും നിൽക്കുന്നത് ഈ കറുത്ത മാർക്കുകൾ, ആക്നെയുടെ അല്ലെങ്കിൽ പിമ്പിൾസിന്റെ മാർക്കുകൾ, ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നോർമലി ഇങ്ങനെയുള്ള കേസസിൽ ആദ്യം നമ്മൾ ഈ പിമ്പിൾസോ അല്ലെങ്കിൽ ആക്നെ വരുന്ന കണ്ടീഷൻസ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും. ആദ്യം റൂട്ടായിട്ടുള്ള എന്താണ് കോസ് കണ്ടുപിടിച്ച് മാറ്റുക. ഇപ്പം യൂഷ്വലി ചെറിയ പ്രായക്കാർക്ക് പലപ്പോഴും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് PCOD കംപ്ലൈൻസ്, അപ്പൊ അതൊക്കെ നമ്മൾ കറക്ഷൻ ചെയ്തതിന് ശേഷം ഇപ്പൊ പീലിംഗ് പോലുള്ള മൈൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മതിയായിരിക്കും ആക്നെ കറക്റ്റ് ചെയ്യാൻ. അപ്പൊ ആക്നെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഡീപിഗ്മെന്റിംഗ് ക്രീംസും മറ്റും ഉപയോഗിച്ചും മൈൽഡ് ആയിട്ടുള്ള ഈ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള പീലിംഗോ അല്ലെങ്കിൽ ലേസേഴ്സോ ഉപയോഗിച്ച് നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോ ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? എവിടുന്നാ വിളിക്കണേ? അഞ്ചാലുമൂട്. ചോദിച്ചോളൂ കേട്ടോ. അഞ്ചാലുമൂട് മുളകൂട്ടിന്ന്. അതെ, ചോദിച്ചോളൂ.
പറഞ്ഞ മതി. മുഖത്തൊക്കെ ചെറിയ അറമ്പാറ കണക്ക് വരുന്നത്, അത് എന്ത് ചെയ്യാൻ പറ്റും അത് മാറാൻ? ചെറിയ അരിമ്പാറ പോലെ വരുന്നതാണെങ്കിൽ നമുക്കത് കരിച്ചു കളഞ്ഞാൽ അത് മാറുന്നതാണ്. മാറുമോ? അത് എന്ത് ട്രീറ്റ്മെന്റ്, എന്താണ് അത് ബേസിക് ആയിട്ടുള്ള കോട്ടറൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ കൊണ്ട് മാറ്റാവുന്നതാണ്. ഇതിപ്പോ ആളെ കാണാത്തത് കൊണ്ട്, നിങ്ങൾ അരിമ്പാറ എന്ന് പറഞ്ഞത് കൊണ്ടും പറഞ്ഞതാണ്. അത് കോട്ടറി ചെയ്തിട്ട് അത് മാറ്റാവുന്നതേ ഉള്ളൂ. താങ്ക് യു ഫോർ കോളിംഗ്. ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, കോട്ടറൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു മാർക്ക് വരുമല്ലോ. അപ്പം നമ്മൾ മാർക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞാലും ഒരു കറുത്ത മാർക്ക് കുറേ കാലം കിടക്കുന്നുണ്ടാവും. ഇല്ല, അത് ആ കറുത്ത മാർക്ക് അത് വന്നിട്ട് അതങ്ങ് ഷെഡായി പോവുക ചെയ്യുന്നത്. പിന്നെ ആ സ്കിന്നിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഒരു 4 വീക്സ് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡീപിഗ്മെന്റിംഗ് ക്രീം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് അത് ആ പ്രൊസീജിയർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഇവര് ചോദിച്ചല്ലോ ഈ കോട്ടറൈസേഷൻ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സ്കിൻ ക്ലിനിക്കിൽ പോയി ചെയ്താൽ മതിയോ? അത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. സ്കിൻ ക്ലിനിക്കിൽ വരുമോ അല്ലെങ്കിൽ നിമിയുടെ ക്ലിനിക്കിൽ വരുമോ ചെയ്യാണ് വേണ്ടത് അല്ലേ? അതായത് ക്ലിനിക്കിൽ വന്നിട്ട് അത് ചെയ്യേണ്ട പ്രൊസീജിയർ തന്നെയാണ്. അല്ലാതെ സാധാരണ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പലപ്പോഴും ഇതുപോലുള്ള ഇപ്പം വലിയ വോട്ട്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ സ്കാർ വീഴാതെ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു കണ്ടീഷൻ മാറ്റാൻ പോകുമ്പോൾ വീണ്ടും ഒരു പുതിയ പ്രശ്നമായിട്ട് തിരിച്ചു വരാൻ പാടില്ല. അപ്പോൾ ഇതിന് വേണ്ടി വരേണ്ടത് ശരിക്കും മെഡിക്കൽ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവർ ഈ പ്രൊസീജിയർ വളരെ സേഫ് ആയിട്ട് കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേ അതും പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മളിപ്പം ആക്നെയുടെ കാര്യം പറഞ്ഞു, ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ ഈ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പം ഇപ്പോൾ സ്കിൻ പല ഇതുണ്ട്. സ്കിന്നിൻ്റെ തന്നെ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, ചിലപ്പോൾ ഓയിലി ആയിരിക്കും, നോർമലും ഉണ്ട്. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ പിമ്പിൾസ് എഫക്ട് ചെയ്യുന്നത് ഏത് ഗ്രൂപ്പുകാരെയാണ്, ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആൾക്കാരെയാണ്? പിമ്പിൾസ് എന്ന് പറയുന്നത് നോർമലി ഓയിലി സ്കിന്നുകാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പിന്നെ ഈ ആക്നെ വരുന്നത് അത് ഹോർമോണൽ ബാക്കപ്പിന്റെ പ്രശ്നം കൊണ്ട് വരും. അപ്പൊ അതിപ്പോ സ്പെസിഫിക് സ്കിൻ ടൈപ്പിന് തന്നെ വരണമെന്ന് ഇല്ല. അതാണ് 45-50 വയസ്സുള്ള ആൾക്കാർക്കും ആക്നെ വരുന്നതിന്റെ കാരണം. അപ്പോൾ ഈ പിമ്പിൾസ് ഇപ്പം പറഞ്ഞല്ലോ ഇങ്ങനെ, അപ്പോൾ അഥവാ ഇങ്ങനെ പിമ്പിൾസ് വരികയാണ്, ഇപ്പോൾ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് എടുക്കാം. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ആദ്യം? ഇപ്പോൾ ഓയിലി സ്കിൻ നമ്മൾ ഇപ്പോൾ ഓയിൽ കൺട്രോൾ, ഇപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേബം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകൾ, ഫേസ് വാഷ്, ഇതുപോലുള്ള ബേസിക് ഹോം കെയർ പ്രോഡക്ട്സ് നമ്മൾ ആദ്യം ഉപയോഗിക്കുക. പിന്നെ ട്രീറ്റ്മെന്റ് ലെവലിൽ വരുമ്പം ഓയിൽ സ്കിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പീലിംഗ് പോലുള്ള ചെറിയ മൈൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും നമുക്ക് എടുക്കാം. അപ്പൊ അതുവഴി നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി നോർമൽ ആയിട്ടുള്ള pH നോർമലായി കഴിയുമ്പോൾ സ്കിന്ന് അപ്പിയറൻസിലും വളരെ കാണാൻ ഭംഗിയുള്ളതായിരിക്കും. അതുപോലെ ഈ പിമ്പിൾസും ആക്നെയും വരുന്നത് കുറഞ്ഞിരിക്കും. അതെ, പക്ഷേ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുമല്ലോ. കാരണം ഇത് പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ 1-2 സെഷൻ കൊണ്ടോ അത് മാറുമോ? നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ കണ്ട് ഇത്തരത്തിലുള്ള കേസുകൾക്ക് നമ്മൾ എത്ര സിറ്റിംഗ് വേണം എന്നുള്ളത് പറയും. മേ ബി ഒരു 6 to 8 സിറ്റിംഗ്സ് നമുക്ക് തുടക്കത്തിൽ വേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പിന്നെ മേ ബി ഒരു 3 months ഒരിക്കലോ അല്ലെങ്കിൽ ഒരു 6 months ഒരിക്കലോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമേ പിന്നെ വരുന്നുള്ളൂ. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും നന്നായി കിട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെ പ്രോഡക്ട്സ് ഏതൊക്കെ കാലയളവിൽ യൂസ് ചെയ്യണം. ഇപ്പൊ സീസണൽ ചേഞ്ച് വരുമ്പോഴും ചിലപ്പോൾ സ്കിന്നിൽ ഒത്തിരി ഇതുപോലെ ഓയിലിനെസ് കൂടുന്നതായിട്ടോ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടീഷൻസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സീസണൽ ചേഞ്ചിന് അവരെങ്ങനെ ആ സ്കിൻ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് പേഷ്യൻസിന് തന്നെ അവയർനെസ് അവരെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കും. ക്ലിനിക്കിൽ വരുന്ന ഒരു പിമ്പിൾസ് ആയിട്ട് വരുന്ന ഒരു കുട്ടി സ്കിന്നിന്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ സെഷൻ തുടങ്ങുന്നത്? ഇപ്പോൾ പീലിംഗ് ആണ് ഒരു സെഷനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നോർമലി ഒരു 6 to 8 സിറ്റിംഗ്സ് ഓർ സംടൈംസ് ഈവൻ 1-2 സിറ്റിംഗ് ചിലപ്പോൾ കൂടിയെന്നും ഇരിക്കും. അപ്പോൾ എവറി 2 വീക്സിലാണ് ഓരോ സിറ്റിംഗ്സ് വരുന്നത്. അപ്പോൾ ഓരോ സിറ്റിംഗ് പീലിങ്ങിനോടൊപ്പം നമ്മൾ അതിനുള്ള ഹോം കെയർ പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഹോം കെയർ അവിടെ തന്നെ ക്ലിനിക്കിൽ തന്നെ കൊടുക്കൂ അതോ ക്ലിനിക്കിൽ നിന്ന് അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫാർമസിയിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ അത് അവരുടെ ഉപയോഗിക്കേണ്ട ഫേസ് വാഷ്, രാത്രി യൂസ് ചെയ്യേണ്ട ക്രീംസ്, ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ആന്റിബയോട്ടിക് പ്രിപ്പറേഷൻസ്, ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ്, പുറമെ പുരട്ടുന്ന പ്രിപ്പറേഷൻസ്, ഇപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ഓരോ സിറ്റിംഗ്സും മാറുമ്പോൾ അതിന് വേണ്ടുന്ന ചേഞ്ചസും കൂടി നമ്മൾ അതിൽ വരുത്തും. ഇപ്പൊ എപ്പോഴും ഒരേ ക്രീം ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ സ്കിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ച് ക്രീംസിന്റെ ഉപയോഗം നമ്മൾ മാറ്റും. ശരി.
പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു 6 to 8 സിറ്റിംഗ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരു 3 months ഒരിക്കലും റീകോൾ ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സിറ്റിംഗ്സ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിൻ ആയതുകൊണ്ട് സെൽസ് ഇങ്ങനെ എന്താ പറയുക റീപ്ലേസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത് വേണം. അല്ലാതെ ഇപ്പൊ ഒരു 6 to 8 സിറ്റിംഗ്സ് ചെയ്തു ഇനി ഒരിക്കലും ആ കംപ്ലൈന്റ് വരില്ല എന്ന് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഹ്യൂമൻ ബോഡിയിലെ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പിന്നെ ഒരു സിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ 3 months ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ വൺസ് സ്കിൻ ഗെറ്റ്സ് ബാക്ക് ടു നോർമൽ പിന്നെ അവരുടെ റിക്വയർമെന്റ് പോലെ ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് ഇതുപോലെ ഉള്ള സിറ്റിംഗ്സ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു കണ്ടിന്യൂസ് ഇതായിട്ട് അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് അവർക്ക് തൽക്കാലം എവിടെയെങ്കിലും മാറുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുക? വീട്ടിൽ ഇതുപോലുള്ള പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കുമല്ലോ, അത് ഓരോ കാലയളവിൽ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ്സും കൂടെ പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബിക്കോസ് എവറി ടൈം അവർക്ക് ഇപ്പം ക്ലിനിക്കിലേക്ക് അവർക്ക് അറിയാൻ പറ്റും അവരുടെ സ്കിന്നിന് ഏത് ഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അവർ ആ പ്രോഡക്ട്സ് ഉപയോഗിക്കാന്നുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ പത്തനംതിട്ടയിൽ. ചോദിച്ചോളൂ. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് എങ്ങനെയാ മാറുന്നേ? കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ എന്തെങ്കിലും ഉണ്ടോ? ഉറക്കക്കുറവില്ല, അല്ലാതെ കണ്ണിന് ചുറ്റും കറുത്ത പാടത്ത്. എത്ര വയസ്സായി? കണ്ണിന് ചുറ്റും കറുത്ത പാട്, അത് എന്ത് വെച്ചിട്ട് മാറുന്നില്ല. എത്ര വയസ്സുണ്ട് ഇപ്പോ? ഇപ്പൊ 18. ഇപ്പൊ പഠിക്കുന്ന ഒരു ഏജ് അല്ലേ? അപ്പം അത് കോമൺ ആണ്. ഇപ്പം ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും ടി വി ഒക്കെ കൂടുതൽ കാണുകയോ അല്ലെങ്കിൽ മൊബൈലൊക്കെ എപ്പോഴും ഒത്തിരി യൂസ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ കൂടുമ്പോ വരുന്നതാണ്. അപ്പൊ എന്തെങ്കിലും പിമ്പിൾസ് മാറുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഈ കണ്ണിൻ്റെ ചുറ്റും പറഞ്ഞില്ലേ കറുപ്പ്, അഥവാ ഇപ്പം ഈ കുട്ടി ചിലപ്പോൾ ഒരു പക്ഷേ ടി വി ഒരുപാട് കാണുകയും ക്ലോസ് ക്വാർട്ടേഴ്സിൽ മൊബൈൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാതെ തന്നെ വരുമല്ലോ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പല വിധത്തിൽ പല ഏജിൽ വരും. അതിൽ ഹെറിഡിറ്ററി ആയിട്ട് ഇപ്പം ഫാമിലിയിൽ തന്നെ ഒത്തിരി പേർക്ക് ഇങ്ങനെ കറുപ്പ് ഉള്ള കേസസിൽ അത് ചികിത്സിച്ച് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് സപ്ലൈ കൂടുതലായിട്ട് ഈ കണ്ണിൻ്റെ സ്കിന്നിൻ്റെ ചുറ്റും വരുമ്പോൾ നമുക്കത് ചെറിയ രീതിയിലുള്ള ചികിത്സകളിലൂടെ അത് മാറ്റിയെടുക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ലേസർ പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഒരു പരിധി വരെ നമ്മൾ എന്തെങ്കിലും കൺസീലറോ മറ്റോ ഉപയോഗിച്ച് അത് ഹൈഡ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു മാർഗം. അല്ലാതെ വരുന്ന കണ്ണിനടിയിലെ കറുപ്പ് നമുക്ക് ഇതുപോലുള്ള ട്രീറ്റ്മെന്റ്സ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീലിംഗ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പിന്നെ ഫില്ലേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ അതുപോലുള്ള പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫില്ലേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഹൈലറോണിക് ആസിഡ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. സ്കിന്നിന്റെ അടിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിപ്പം സ്കിന്നൊക്കെ ചുളുങ്ങി കറുത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആ ഫില്ലേഴ്സ് കുറച്ച് കണ്ണിന്റെ ഭാഗത്ത് കൊടുത്തു കഴിയുമ്പോൾ ആ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ മൊത്തം മാറി അവിടെ ഒന്ന് റീഫിൽഡ് ആയി സ്കിന്ന് സ്മൂത്ത് ആൻഡ് ഈവൻ ആവും. അപ്പൊ തന്നെ ആ കളറിൽ ചേഞ്ച് വരും. അങ്ങനെയാണ് കണ്ണിന്റെ കറുത്ത പാട് മാറുന്നത്. പിന്നെ അതുപോലെ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് PDO ത്രെഡ്സ്, നമ്മൾ ത്രെഡ് ലിഫ്റ്റ് ഫേഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ത്രെഡ്സ് യൂസ് ചെയ്തും നമുക്ക് ഈ കണ്ണിനടിയിൽ ഈ ചുളിവും പാടും ഒക്കെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. ശരി, ഇപ്പം നമുക്ക് തിരിച്ച് വീണ്ടും പിഗ്മെൻറ്റേഷനിൽ തന്നെ വരാം. ഇപ്പം ഒന്ന് നമ്മുടെ ഇപ്പം പിമ്പിൾസിൻ്റെ ഇതിൻ്റെ പറഞ്ഞു. ഇനി ഇതുപോലെ വരുന്നതാണ് നമ്മുടെ ഈ സൺ ടാൻ കൊണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒക്കില്ല, കാരണം എല്ലാവരും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ പറഞ്ഞ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് ആദ്യം പ്രൊട്ടക്ഷൻ, പിന്നെയാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അത് രണ്ടും കൂടി ഒന്ന് പറയാമോ? അപ്പോൾ ഈ സൺ ടാൻ വരാതെ, ഇപ്പോൾ സൺ ടാൻ ഒരു കോമൺ പ്രൊസീജിയർ, മീൻസ് അത് കോമൺ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നടക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ട സ്കിന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. മെലാനിൻ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്കിൻ ഡാമേജ് ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിന് നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ബേസിക് കെയറിൽ വരുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ എത്ര ഇത് വേണ്ടി വരും? അതിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് വേണ്ടത്? SPF? അപ്പൊ SPF എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൗ ലോങ് യു കെൻ സ്റ്റേ ഔട്ട് ഇൻ ദ സൺ വിത്തൗട്ട് ഗെറ്റിംഗ് ബേൺഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു SPF 30 ഉപയോഗിച്ചാൽ നമുക്കൊരു 2-2.5 മണിക്കൂർ വരെ പരമാവധി നമുക്ക് വെയിലത്ത് നിൽക്കാം, അധികം പ്രശ്നമില്ലാതെ, ബേൺഡ് അല്ലാതെ നമുക്ക് നിൽക്കാം.
അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന നമുക്ക് കൂടുതൽ ടൈം അതിൽ കിട്ടും. അല്ലാതെ അതിന്റെ സ്ട്രെങ്ത് അല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എത്ര നേരം സണ്ണിൽ നിൽക്കാം എന്നാണ് SPF ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പൊ അത് മനസ്സിലാക്കുക. കാരണം SPF എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ല, മാക്സിമം അതെ നമ്മൾ ഇറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വരെ മാക്സിമം നിൽക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്യാം. അതെ, സൺസ്ക്രീനിന്റെ ഉപയോഗമാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതിന്റെ റീ ആപ്ലിക്കേഷൻ മാഡം പറഞ്ഞതുപോലെ റീ ആപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള പീക്ക് ടൈമിലെ എക്സ്പോഷർ കുറയ്ക്കാന്നുള്ളത്. ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ ഇപ്പോൾ ഒരു കുടയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും കവർ ചെയ്യാണ്ടൊക്കെ പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ഈ സണ്ണിന്റെ ബാഡ് എഫക്ട്സിൽ നിന്നും പുറത്തു വരാം. പിന്നെ സൺ ടാൻ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഫോട്ടോ ഫേഷ്യൽസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫോട്ടോ ഫേഷ്യൽസ് അപ്പൊ അത് IPL എന്ന് പറയുന്ന ഒരു മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഈ സൺ ടാൻ പോലുള്ള കേസസിന് നല്ല റിസൾട്ട്സ് തരും അല്ലേ? അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ കോഴിക്കോട് നിന്ന് വീട്ടമ്മയാണ്. എന്താണ് വീട്ടമ്മയുടെ പേരെന്താണ്? ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 45 വയസ്സായി. പക്ഷെ എന്റെ മുഖത്ത് നിറയെ കരിമംഗലം എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ അത് മാറി കിട്ടും വേണം. മുഖത്ത് നിറയെ കറുത്ത പാടുകൾ 2 കവിളിലും ഉണ്ട്. അത് മാറി കിട്ടും വേണം. ഓക്കെ, ഈ പാടുകൾ ഈ ഏജിൽ വരുന്നത് വളരെ കോമൺ ആണ്. ഒത്തിരി പേർക്ക് ഇങ്ങനെ ഉള്ളതായിട്ടും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം ലൈറ്റും 45 വയസ്സായതുകൊണ്ട് ഇങ്ങനെ അത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാഡം വിളിച്ചത്. 45 വയസ്സല്ല, ഇപ്പൊ 30 വയസ്സിന് ശേഷവും ഇത്തരത്തിൽ വരാറുണ്ട് ആൾക്കാർക്ക്. ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് വെളിച്ചം അല്ലെങ്കിൽ വെയിലൊക്കെ അടിക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി കുറയ്ക്കാം. പിന്നെ ഒരു സൺസ്ക്രീൻ, നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. രാത്രി കാലങ്ങളിൽ ഒരു ഡീപിഗ്മെന്റിംഗ് ക്രീമും കൂടി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ ചികിത്സ ഉണ്ടാവും. അതെ, ചികിത്സ ചെയ്യുന്ന കാലയളവിൽ അത് തീർച്ചയായിട്ടും മാറിക്കിട്ടും. വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഇത് കേട്ടിട്ട്. നമ്മൾ പക്ഷെ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അതായത് ഇതിന് ഒരു പ്രാവശ്യം ചെയ്ത ആ ട്രീറ്റ്മെൻറ്റ് അത് ട്രീറ്റ് ചെയ്ത് അത് മാറി എന്ന് വിചാരിച്ചിട്ട് അത് പെർമനൻ്റ് ആണെന്ന് വിചാരിക്കരുത്. അത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഡീപ് പിഗ്മെന്റേഷൻ ക്രീമൊക്കെ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഒരിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തരുത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്. കാരണം ഈ ഡോക്ടർ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യണം. കാരണം പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു മാറിക്കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടേ പിന്നെ അയ്യോ പിന്നെയും വന്നല്ലോ എന്നുള്ളൊരു വിഷമം വരും. അതുകൊണ്ട് മെലാസ്മ പോലെയുള്ള കണ്ടീഷൻസ് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ആദ്യം പറയുന്ന കാര്യം ഇതാണ്: ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല, ഇത് സപ്രസ് ചെയ്ത് നിർത്താൻ മാത്രമേ പറ്റുകയുള്ളൂ. അത് അതിന്റെ ഒരു ഫാക്റ്റ് ആണ്, മെലാസ്മയുടെ ഒരു ഫാക്റ്റ് ആണ്. ശരി. പിന്നെ മെലാസ്മയുടെ ഒരു പ്രത്യേകത, എടുത്തു നിൽക്കുന്ന വളരെ ഡാർക്ക് ആയിട്ടുള്ള മെലാസ്മ ചികിത്സിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കമ്പയർഡ് ടു ദ ലൈറ്റർ ഫോംസ്. ലൈറ്റർ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ അത് ചികിത്സിക്കാനും അതിൻ്റെതായ കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. അത് ശരി. അപ്പം കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ളതാണെങ്കിൽ വേഗം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അത് ശരി. ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പം സൺ ടാനിൻ്റെ തന്നെ തിരിച്ചു വരാം. സണ്ണിൻ്റെ ഇതിൽ നമ്മൾ കൂടുതൽ എക്സ്പോഷർ ആവരുത്. ദാറ്റ് ഈസ് വൺ തിങ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതെ. അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വേഴ്സ്റ്റ് ഫോം എന്താണ്? സൺ ബേൺസ് ആണ് അതിന്റെ വേഴ്സ്റ്റ് ഫോം. അപ്പൊ അത് പിന്നെ വേറെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും വേണ്ടി വരും. ഇപ്പൊ നമ്മളൊരു എസ്തെറ്റിക് ഭാഗത്ത് സംസാരിക്കുകയാണെങ്കിൽ ടാൻ ആണ് പലപ്പോഴും ഒരു പ്രയാസമായിട്ട് വരുത്തുന്നത്. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ ഈ സീസണിലൊക്കെ ഒത്തിരി പേർക്ക് കംപ്ലൈന്റ്സ് വരാറുണ്ട്. അപ്പൊ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടാൻ ആകും, പക്ഷെ നമ്മുടെ സ്കിൻ ഡാമേജ് ആകുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ആ സൺസ്ക്രീനിന്റെ ഉപയോഗത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൺ ടാൻ മാറ്റാൻ വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലുള്ള ഫോട്ടോ ഫേഷ്യൽസും അത്തരത്തിലുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഫേഷ്യൽ പ്രൊസീജിയേഴ്സ് തന്നെയുണ്ട് ടാൻ മാറ്റുന്നതിന്. അപ്പൊ അതുപോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ഈ ഫോട്ടോ ഫേഷ്യൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ അത് എത്ര സിറ്റിംഗ് ആണ് ചെയ്യേണ്ടത്? ഫോട്ടോ ഫേഷ്യൽസ് ശരിക്കും നമുക്ക് സ്കിന്നിന്റെ കളറും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ചികിത്സാ രീതിയും കൂടിയാണ്. അപ്പൊ നമ്മൾ ടാൻ മാറിക്കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് അവിടെ വെച്ച് നിർത്താം. അല്ല നമ്മുടെ സ്കിൻ കളർ കുറെ കൂടെ എൻഹാൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ
ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. അത് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യണം? കാരണം ഇപ്പം അല്ല, അതൊരു സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വീക്ക്ലി റെപ്പിറ്റേറ്റീവ് സിറ്റിംഗ്സ് സ്കിൻ റെജുവിനേഷൻ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം വീക്ക്ലി. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ നമുക്കത് നമ്മുടെ ആവശ്യാനുസരണം അത് അഡ്ജസ്റ്റ് ചെയ്യാം. മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ വേണമെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ കാരണം കുറേ കുട്ടികളൊക്കെ ഇപ്പം കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. രാവിലത്തെ ആ ഇത് കഴിയുമ്പം വല്ലാതെ കരിവാളിച്ച് വരുമ്പോൾ എനിക്കൊന്ന് ആഴ്ചയിൽ ഒരിക്കൽ പോയി, അല്ലെങ്കിൽ അവർക്ക് അതിനൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല, എങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണ് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനത്തെ ഇതിൽ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ അല്ലേ? അതെ. ഇത് അപ്പം ഈ സൺ ടാൻ കഴിഞ്ഞു, ഈ നമ്മൾ ഈ കരിമംഗല്യം ഇങ്ങനത്തെ കഴിഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്കിൻ ഒരു റെജിമെൻ, അതായത് സ്കിൻ കെയറിന് ഒരു റെജിമെൻ എന്ന് പറഞ്ഞുള്ള ലെവലിൽ എങ്ങനെയാണ് ക്ലിനിക്കിൻ്റെ അവിടെ നിന്ന് എങ്ങനെയാണ് അതൊരു സജഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുക? മെലാസ്മയാണോ? അല്ല, മൊത്തമായിട്ട്. അതായത് പലപ്പോഴും പലർക്കും വളരെ സീരിയസ് അല്ലെങ്കിൽ പോലും ഒരു റെജിമെൻ ഉണ്ടല്ലോ നമ്മളതൊന്ന് നോക്കേണ്ട രീതി. അതായത് ഇപ്പം ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പറയുന്ന, ഒരു മുഖത്ത് എന്തെങ്കിലും ഒരു വളരെ ലൈറ്റായിട്ടൊരു മാർക്ക് വരുന്നു, ഇതൊന്നും ഒഴിവാക്കി എങ്ങനെ വരണമെങ്കിൽ ഹെൽത്തി ഒരു സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? ഇപ്പം നോർമലായിട്ട് നമുക്കിപ്പോൾ സ്കിന്നിൽ കയ്യിലേക്ക് വരാൻ ഒരു കോളുണ്ട്. ഓക്കെ. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ ഹലോ ഹലോ, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വിളിക്കുന്നേ. ആരാ സംസാരിക്കുന്നത്? ചാലക്കുടിയിൽ നിന്ന് വിളിക്കുന്നേ. അതെ, പേരെന്താണ്? ഞാൻ രാഖി. ഒന്ന് ടിവിയുടെ വോളിയം കുറയ്ക്കാമോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, ഇനി ചോദിച്ചോളൂ. എന്റെ മുഖത്ത് സ്കിന്നിന്റെ 2 സൈഡിലെ ചെറിയ 6 months 7 months ആയിട്ടുള്ളൂ കണ്ടു തുടങ്ങിയിട്ട്. ഡോട്ട്സ് പോലെ 3 സ്ഥലത്തായിട്ട് അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ? എത്ര ഏജ് എത്രയാണ്? ഞാൻ 39. ഇത് 6-7 months ആയിട്ടുള്ളൂ അതങ്ങനെ കണ്ടു തുടങ്ങിയിട്ട്. ഓക്കെ. കവിളിന്റെ 2 ഭാഗത്തായിട്ടാണോ? ഹലോ, കവിളിന്റെ 2 ഭാഗത്തായിട്ടാണോ ഇത് കാണുന്നത്? ഹലോ രാഖി, ഇത് കവിളിന്റെ 2 ഭാഗത്തായിട്ടാണോ കാണുന്നത്? ചിന്നിന്റെ കവിളത്തല്ല, അതിന് താഴെ ചിന്നിന്റെ 2 സൈഡിലും അങ്ങനെ ചിന്നിന്റെ എവിടെ കേട്ടോ? ചിന്നിന്റെ എവിടെ ആയിട്ടാണോ? താടിയുടെ 2 സൈഡിലാണോ? അതെ. ഇതിപ്പോ എനിക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നില്ല. അത് പിഗ്മെന്റേഷൻ ആണോ, അത് കുത്തുകളായിട്ടാണോ, എങ്ങനെയാ അത് അപ്പിയർ ചെയ്യുന്നത്? കുത്തുകളായിട്ടാണോ പറഞ്ഞു? ഓക്കെ. അത് ഹലോ രാഖി, അവിടെ വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ട്, കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. കുത്തുകളായിട്ടാണോ ഇത് കാണുന്നത്? അതെ. അപ്പൊ ഇത് കാണുന്നത് ഫ്രെക്കിൾസ് പോലെ കുത്തായിട്ടാണോ അല്ല പാച്ചസ് ആയിട്ടാണോ? ഹലോ ഹലോ, ഇതെങ്ങനെയാണ് കാണുന്നത്? പാച്ചസ് ആയിട്ടാണോ ഡോട്ട്സ് ആയിട്ടാണോ? ഡോട്ട്സ് ആയിട്ടാണ്. ഓക്കെ. ഇതിപ്പോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നത് അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സിലൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. രാഖി, ഇത് കേൾക്കുന്നില്ല. രാഖി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഏതായാലും പ്രോഗ്രാം ബാക്കി കാണാൻ പറ്റുമെങ്കിൽ കാണും, കാരണം ഇതിൽ രണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം എന്താ എനിക്ക് തോന്നുന്നത് ഇപ്പം പറഞ്ഞത് ഡോട്ട്സ് ആയിട്ടാണ്. അത് ഫ്രെക്കിൾസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രെക്കിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ മറ്റേ ഫ്രെക്കിൾസ് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ലേസർ പോലുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഫ്രെക്കിൾസ് ആണെങ്കിൽ ഹെൽത്തി സ്കിൻ ഒന്ന് വേണം എന്നുണ്ടെങ്കിൽ, ഹെൽത്തി സ്കിൻ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഒന്നും പാച്ചസ് ഒന്നും വന്നിട്ടില്ല, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സ്കിൻ മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഹെൽത്തി സ്കിൻ, ഇപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ് ഞാനിപ്പോൾ കണക്കിലെടുക്കുന്നില്ല, ബട്ട് ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം കറക്റ്റായിട്ട് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്ത് നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഈ പറയുന്ന 8-10 ഗ്ലാസ് വേണം? തീർച്ചയായിട്ടും വേണം. അത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് കുടിക്കുന്ന രീതിയാണ് എപ്പോഴും നല്ലത്. റാദർ ദാൻ നമ്മൾ ഒറ്റ അടിക്ക് 2 കുപ്പി വെള്ളം കുടിക്കുന്നേക്കാളും ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്നേ പറയുന്നുള്ളൂ, സിപ്പ് ചെയ്ത് കുടിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെച്ച് ഉപയോഗിക്കാം.
അപ്പോൾ ഹൈഡ്രേഷൻ ഏറ്റവും പ്രധാനമാണ് സ്കിന്നിന്റെ സപ്ലിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ വിറ്റമിൻ സപ്ലിമെന്റ്സ്, ഇപ്പം ഒരു ഏജ്ഡ് ക്ലയന്റ് ആണെങ്കിൽ ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു യങ്ങർ ഗ്രൂപ്പ് ആണെങ്കിൽ വിറ്റമിൻ സിയോ അല്ലെങ്കിൽ വിറ്റമിൻ സി അടങ്ങിയ പോഷകമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അവരുടെ സ്കിന്നിന്റെ ഗ്ലോ കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ട് ഉണ്ടാകും. പിന്നെ ബേസിക് കെയറിൽ വരുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിന് വേണ്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷും മറ്റ് ക്രീമുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിൽ മസ്റ്റായിട്ടും നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്ത് അതിന് നമ്മുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ക്രീം ഉപയോഗിച്ച് കിടക്കുക എന്നുള്ളത് പ്രധാനമാണ്. നൈറ്റ് ക്രീംസ് ഇപ്പൊ അതാ പറഞ്ഞ ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച്. ഇപ്പൊ ഒരു ഏജ് ക്ലയന്റ് ആണെങ്കിൽ അതൊരു ആന്റി ഏജിങ് ക്രീം ആയിരിക്കും അവർക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഒരു ആക്നെ പിമ്പിൾസ് ഒക്കെ വരാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ജെൽ ഫോംസിലുള്ള എന്തെങ്കിലും ക്രീംസ് ആയിരിക്കും അവർക്ക് വേണ്ടി വരും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആസ് യു സെഡ് മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും ചില സാഹചര്യങ്ങളിൽ വേണ്ടി വരിക. അപ്പൊ അതിന്റെ ഉപയോഗം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രൈം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൺസ്ക്രീൻ. ഇപ്പൊ ബേസിക് കെയറിൽ ഒരു സൺസ്ക്രീൻ കറക്റ്റ് ആയിട്ട് എല്ലാം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളുടെ സ്കിൻ എപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പുറത്തിറങ്ങുന്നതിന് മുൻപേ ഇപ്പോൾ വീട്ടിനകത്ത് ഇരിക്കുന്ന ഒരാളും ഈ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും. ബിക്കോസ് ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ വെയിലിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ല പൂർണ്ണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ. അതെ, ഫോട്ടോ ഏജിങ്, അതായത് വെളിച്ചം. ഇപ്പൊ വെളിച്ചം ഏത് ഫോംസിലും ആവും. നമ്മുടെ വീട്ടിന്റെ അകത്ത് കത്തി കിടക്കുന്ന ലൈറ്റ്, പിന്നെ ടിവിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, കമ്പ്യൂട്ടർ, ടെലിഫോൺ, ഇതെല്ലാം ലൈറ്റ് എമിഷൻസ് ആണ്. അപ്പൊ വീട്ടിന്റെ നമ്മൾ രാവിലെ സൺസ്ക്രീൻ ഉപയോഗിക്കാന്നുള്ളത് ആസ് സൂൺ ആസ് ദ സൺ റൈസസ് അപ്പൊ മുതൽ ഉപയോഗിക്കുക. അതിന്റെ റേസ് UVA UVB റേസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനും മറ്റ് ഫോംസ് ഓഫ് ലൈറ്റിൽ നിന്നും ഉള്ള പ്രൊട്ടക്ഷനുമാണ് നമ്മൾ സൺസ്ക്രീനിന്റെ ഉപയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എല്ലാ പറയുന്ന ക്രീംസിലും ഇതുപോലെ UV പ്രൊട്ടക്ഷനിൽ ഇതുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ക്രീംസ്, അതായത് UV പ്രൊട്ടക്ഷൻ പ്രത്യേകിച്ച് ഇടാതെ UV പ്രൊട്ടക്ഷൻ ഉള്ള ക്രീംസ് തന്നെ വാങ്ങിച്ചിട്ട് അതങ്ങ് അപ്ലൈ ചെയ്താൽ മതി. UV പ്രൊട്ടക്ഷൻ ഇപ്പം സൺസ്ക്രീൻസ് പല ഫോംസിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ഓയിലി സ്കിന്നുള്ള ഒരാളെ എപ്പോഴും ഒരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് നന്നായിരിക്കും. ബോഡിയിൽ നമുക്ക് ലോഷൻസിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ചൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. പിന്നെ SPF ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു നമ്മളൊരു ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയൊരു പ്രോബ്ലം, അതായത് ഒരുപാട് പാച്ചസിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രെക്കിൾസ് നിന്നോ ഇതൊന്നോ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു 25-ന് ശേഷം ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഡിലേ ചെയ്യാം ഈ സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. നമ്മളിന്ന് പിഗ്മെന്റേഷനും ആന്റി ഏജിങ്ങിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പിഗ്മെന്റേഷനെ കുറിച്ച് നല്ല ഇതായിട്ട് പറഞ്ഞു. ഇപ്പം നിമിയുടെ കിയാറ മെഡിക്കൽ എസ്തെറ്റിക് ക്ലിനിക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെയാണുള്ളത്? പിന്നെ എനിക്ക് വർക്കല ഉണ്ട്, പുത്തൻചന്ത, പിന്നെ പോത്തുംകോടും ഉണ്ട്. കാരണം ഇത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പലയിടത്തും ഇങ്ങനെ ചോദിക്കും, ഇനി ഇത് എവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം മാത്രമെന്ന് പറയുന്നതിനും എവിടെയൊക്കെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. കാരണം ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം. നമുക്ക് അതിന് മുമ്പ് ഒരു കോളുണ്ട്. ഹലോ ഹലോ വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? കോമളം, ആദ്യം ആ ടിവിയുടെ വോളിയം കുറയ്ക്കൂ. കുറച്ച് വെക്കണേ. ആ ശരി, എന്നാ ഇനി ചോദിച്ചോളൂ. അവിടെ ബഹളം കേൾക്കുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. കറുത്ത പാടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 14 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അത് എന്ത് തരം പാടുകളാണത്? ഒരുമാതിരി രണ്ട് സൈഡിലും ഉണ്ട്, മൂക്കിലും ഉണ്ട്. 14 വയസ്സെന്നാണോ 40 വയസ്സെന്നാണോ ഉദ്ദേശിച്ചത്? അതെ, അമ്മയ്ക്കാണ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മളിവിടെ പറഞ്ഞ പോലെ മെലാസ്മ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ് ഇപ്പൊ ഉള്ളത്. കരിമങ്ങല്യം എന്ന് പറയില്ലേ, അതാണ് ഇപ്പോ നിങ്ങളുടെ അമ്മയ്ക്കുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഹലോ കോമളം, ഈ പറയുന്നത് ശ്രദ്ധിക്കൂ കേട്ടോ. അവിടെ ഭയങ്കര ബഹളം ഉള്ളതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതിന്റെ ഉത്തരം ഇപ്പൊ പറയും, ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ.
അതിൻ്റെ ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, കാരണം അവർക്ക് കേൾക്കുന്നില്ല അവിടെ ബഹളം കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് മെലാസ്മ. അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ലെങ്കിലും ചികിത്സിക്കുന്ന കാലയളവിൽ ഇത് കറക്റ്റായിട്ട് സപ്രസ് ആയി ഇരിക്കും. അതെ, അതുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ പോയി ചെയ്യേണ്ട കാര്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു എസ്തെറ്റിക് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ യൂഷ്വലി കൊളാജൻ ഇൻഡക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുള്ള ചികിത്സാ രീതിയുണ്ട്. ലേസേഴ്സ് ചെയ്യാം, പീലിംഗ് ചെയ്യാം. അതെ, ഇതിപ്പം അഥവാ അവർക്ക് ഡോക്ടറിനെ തന്നെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്പർ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കോമളം ഈ നമ്പർ നോട്ട് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ നമ്പർ കാണിക്കുന്നുണ്ട്, ആ നമ്പർ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ഒരു പ്രശ്നമാണ്. ആൻറ്റി ഏജിങ് അല്ല പ്രശ്നം, ഏജിങ് ആണ് പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ആദ്യം ഫൈൻ ലൈൻസ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ വരും. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ പിഗ്മെന്റേഷൻ ഏജിങ് ചേഞ്ചിൽ വരുന്ന ഒരു വലിയ തന്നെയാണ്. പിന്നെ വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഇപ്പം ചുളിവുകൾ. പിന്നെ അതും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ വരുന്നതാണ് സാഗിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഫൈൻ ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറച്ച് യങ് ആയിട്ടുള്ള ഒരു 20-25 ഒക്കെ ആകുമ്പോൾ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ രീതിയിലുള്ള ചികിത്സകൾ കൊണ്ട് തന്നെ അതൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ മൈക്രോഡെർമാബ്രേഷനോ അല്ലെങ്കിൽ മെഡിക്കൽ ഫേഷ്യൽസോ ഒക്കെ ചെയ്താൽ തന്നെ മാറാവുന്നുള്ളതേ ഉള്ളൂ ഈ ഫൈൻ ലൈൻസ്. പിന്നെ റിങ്കിൾസ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ സ്റ്റാറ്റിക് റിങ്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മുടെ മുഖത്ത് കാണുന്നതാണ് സ്റ്റാറ്റിക് റിങ്കിൾസ്. പിന്നെ ചിരിക്കുമ്പോഴും നമ്മുടെ എക്സ്പ്രഷൻസ് ഉണ്ടാക്കുമ്പോഴും സ്കിന്നിൽ വരുന്നതാണ് ഡൈനമിക് റിങ്കിൾസ്. അപ്പോൾ അതിന്റെ ചികിത്സാ രീതി വീണ്ടും വ്യത്യാസമാണ്. പിന്നെ സാഗിങ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ വരുന്നതാണ്. കുറച്ച് അത് പല സ്ഥലങ്ങളിൽ അത് സാഗായിട്ട് വരുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഡബിൾ ചിന്നിന്റെ രൂപത്തിലായിരിക്കാം, ജോ ലൈൻസിൽ വരും. അപ്പൊ ഫസ്റ്റ് ഫോള് സൈഡിലേക്കും പിന്നെ താഴേക്കും വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ആൾക്കാർ ഇപ്പൊ കുറച്ച് ബൾക്കി ആയിട്ടുള്ള കുറച്ച് തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എവിഡന്റ് ആയിരിക്കും. അപ്പൊ അതുപോലുള്ള സാഗിങ്ങിന് നമുക്ക് ത്രെഡ് ലിഫ്റ്റ് ഫേഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? നിഷ. എവിടെന്നാ വിളിക്കണേ? തൃശ്ശൂരിന്ന്. ഓക്കെ, ചോദിച്ചോളൂ. എന്റെ കഴുത്തുമേ കറുത്തപ്പാടുണ്ട്. ഹലോ എന്റെ കഴുത്തുമേ കറുത്തപ്പാടാണ്. ഓക്കെ, കഴുത്തിൽ കറുത്തപാട്. അതെ, കറുത്ത നിറം കഴുത്തിന് ചുറ്റും. ഓക്കെ, അത് മാറാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാം. അപ്പൊ നമ്മൾ അതിന് ഉത്തരം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിഷ, ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. നമ്മളിപ്പോ അതിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ കേട്ടോ. ശരി, താങ്ക് യു ഫോർ കോളിംഗ്. പറഞ്ഞോളൂ. കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് ഒത്തിരി ആൾക്കാർക്ക് ഉള്ളതാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ഡിസ്റ്റർബൻസ് ഉള്ള ആൾക്കാർക്ക് അത് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒത്തിരി തടിയുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ തടി ഇല്ലാത്ത തന്നെ കേസസിലും ഇപ്പോൾ പലപ്പോഴും ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് കഴുത്തിന് ചുറ്റും പ്രോബ്ലം ഉണ്ട്, കറുപ്പ് വരാൻ. അത് ആ ഹോർമോണൽ ഡിസ്റ്റർബൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. അപ്പൊ നിഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് നോക്കണം. പിന്നെ എന്തെങ്കിലും അലർജീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഓർണമെന്റ്സിന്റെ അലർജി അപ്പൊ അതും കൂടി നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് ഫുഡ് അലർജി കാരണം മുമ്പൊക്കെ ഇങ്ങനെ വരുന്നതാണോ, അത് ചിലപ്പം താൽക്കാലികമായി വരുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഇതൊന്നും ഇപ്പോൾ എല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സാ രീതിയിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പീലിംഗ് പോലുള്ള ട്രീറ്റ്മെന്റ്സും അതിനോടൊപ്പം ഡീപിഗ്മെന്റിംഗ് ക്രീംസിന്റെ ഉപയോഗവും സഹായിക്കും. ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ട്. പിന്നെ അത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ ആ കറുത്ത പാട് മാറിക്കിട്ടും അല്ലേ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതിലോട്ട് തന്നെ വരാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ സാഗിങ്ങിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ PDO ത്രെഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രെഡ് ഇപ്പോൾ ട്രഡീഷണൽ നമ്മുടെ ഒരു സർജറി എന്നുള്ള പ്രൊസീജിയർ വിട്ട് ഇപ്പം വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ളത് പേഷ്യന്റിന് വന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് തിരിച്ച് അവരുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ കൂളായിട്ട് പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്രൊസീജിയർ വേണ്ട. വന്ന് എന്താണെന്നുള്ളത് ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് പോവാം. ഈ പ്രൊസീജിയർ അത്ര അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റിന് ഇപ്പോൾ ഒരു സാഗിങ് എന്നുള്ള ഒരു കേസിന് ഇല്ലാന്നുണ്ടെങ്കിൽ അവരൊരു tedious ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ കടന്നു പോയി അവർ അതിന് കറക്ഷൻ വേണ്ടി വരും. ഇപ്പോൾ
അത് വിട്ടിട്ട് ഇപ്പൊ ഇതുമാതിരിയുള്ള ത്രെഡ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ കോസ്മെറ്റിക് സർജറി തന്നെ ചെയ്യണമല്ലോ. കോസ്മെറ്റിക് സർജറീസ് തന്നെ. ഇപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിലൂടെ നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാറ്റാം, ഈ സാഗിങ് എന്ന് പറയുന്നത്. അതുപോലെ ഡബിൾ ചിന്ന് കുറച്ചെടുക്കാനും ഈ ത്രെഡ്സ് വളരെയധികം സഹായിക്കും. കഴുത്തിലൊക്കെ ഉള്ള റിങ്കിൾസ് നമ്മൾ ചെയ്യുന്ന ദിവസം തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. ആ റിങ്കിൾസ് ഒക്കെ അപ്പൊ തന്നെ അങ്ങ് മാറി കിട്ടുന്നതും ആ സാഗിങ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റും. ശരി. പലർക്കും പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആദ്യം ഈ ഫൈൻ ലൈൻസ് ഒക്കെ വരുമ്പം നെഗ്ലക്ട് ചെയ്യും, പിന്നെയാണ് അതൊരു സ്ട്രോങ് ആയിട്ട് വരുന്നു തുടങ്ങുമ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫൈൻ ലൈൻസ് ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻസ്. അതിപ്പോൾ ഒരു 20-25 ആവുമ്പോൾ തന്നെ ഫൈൻ ലൈൻസ് എന്ന് പറയുന്നത് പലർക്കും കണ്ടു തുടങ്ങാം. സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും, ഫാമിലി ഹിസ്റ്ററിയിലെ സ്കിൻ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി അത് കണക്ക് കൂട്ടണം അല്ലേ? ശരി. അപ്പോൾ അങ്ങനെ ഫൈൻ ലൈൻസ് കണ്ടു തുടങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു യങ് ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മൈക്രോ ഡെർമാബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ബേസിക് പ്രൊസീജിയറിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. ആ ഒരു ചെറിയ പ്രൊസീജിയർ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓർ യു കെൻ ഒരു മെഡിക്കൽ ഫേഷ്യൽ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഈ മെഡിക്കൽ ഡെർമാബ്രേഷൻ ആയാലും മെഡിക്കൽ ഇതൊക്കെ ആയാലും എത്ര കാലം ഇത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണോ? ഇപ്പൊ നമ്മുടെ സ്കിൻ സെൽസ് എന്ന് പറയുന്ന ഒരു 40 ഡേയ്സ് കൂടുമ്പോൾ അത് ഷെഡ് ചെയ്ത് പുതിയ സെൽ റിന്യൂവൽ അതിങ്ങനെ നമ്മുടെ സ്കിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കാതെ വരുമ്പോഴാണ് ഈ ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ എവിഡൻസ് ആവുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളത് ആവശ്യമാണ്. അതിപ്പോ നമ്മൾ ഒരു പ്രാവശ്യം തീർത്ത് അങ്ങനെ ഇനി ലൈൻസ് വരില്ല എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും 40 ദിവസം വെയിറ്റ് ചെയ്യണല്ലോ. 30 to 40 ഡേയ്സിനകത്ത് ഒരിക്കൽ വന്ന് ഇതങ്ങ് ചെയ്യാം. അത് ശരി. അപ്പം ഈ അത് ലൈൻസ്, അത് കഴിഞ്ഞ് റിങ്കിൾസ് ഇപ്പോൾ പറഞ്ഞു 2 വിധത്തിലുണ്ട്. ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴും സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് മാറ്റുന്നത്? സ്റ്റാറ്റിക് റിങ്കിൾസ് സാധാരണ ഫില്ലേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലറോണിക് ഫില്ലേഴ്സ് യൂസ് ചെയ്താണ് ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഡൈനാമിക് റിങ്കിൾസ് സാധാരണ ബോട്ടോക്സ് പോലുള്ള മസിൽ റിലാക്സിൻ ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? അനു. എവിടെന്നാ വിളിക്കണേ? ട്രിവാൻഡ്രത്ത്. ചോദിച്ചോളൂ. ഈ പിമ്പിൾസിന്റെ പാട് മാറാൻ എന്താ ചെയ്യണ്ടേ? പിമ്പിൾസ് ഇപ്പൊ വരുന്നുണ്ടോ? പിമ്പിൾസ് വരുന്നില്ല, അതിന്റെ പാട് മാത്രമേ ഉണ്ട്. പാടെന്ന് പറഞ്ഞാൽ എങ്ങനെ, സ്കാർ ആണോ ഉദ്ദേശിച്ചത്, കറുത്ത പാടുകളാണോ? കറുത്ത പാടുകളല്ല, ഇങ്ങനെ കുഴിഞ്ഞ പാടുകൾ. കുഴിഞ്ഞ പാടുകൾക്ക് കൊളാജൻ ഇൻഡക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ചികിത്സയാണ് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ സാധാരണ ചെയ്യുന്നത്. ഇത് വഴി നമ്മുടെ സ്കാർ റിവൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് റിവൈസ് ചെയ്ത് നമ്മൾ സ്കിന്നിലെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നികത്തിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല, അത് കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മുടെ ആ കുഴിവുകൾ നികത്തി എടുക്കാൻ സാധിക്കും. അനു ട്രിവാൻഡ്രത്താണല്ലോ, അപ്പം ക്ലിനിക്കിൽ പോയാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അനുവിനിപ്പോൾ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വ്യൂവേഴ്സിന് ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, അതിന് ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ബാക്ക് ടു ദിസ് തിങ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ അടുത്ത ഇത് വരുന്നത്? അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞു. ഈ പലപ്പോഴും പറയും ബോട്ടോക്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റിഫായി പോവും, അല്ലെങ്കിൽ ഒരു ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒരു സ്റ്റിഫ്നെസ് വരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു മസിൽ ബോട്ടോക്സ് എന്ന് പറയുന്നത് അതൊരു കമ്പനിയുടെ ഒരു പേരാണ്. മസിൽ റിലാക്സിൻ ഇഞ്ചക്ഷൻസ് ആണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ ഏജും അതിൽ മറ്റ് ഘടകങ്ങളും ഒരു പേഷ്യൻറ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോട്ടോക്സ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാരണം ഇത്തരത്തിലുള്ള ഡൈനാമിക് റിങ്കിൾസിനായിട്ട് കൂടുതൽ വരുന്നത് ഒരു ഏജ്ഡ് ക്ലയൻറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് അത് അണ്ടർഗോ ചെയ്യാൻ അവർ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ പ്രൊസീജിയറിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതിൻ്റെ എല്ലാവിധ സൈഡ് ഇഫക്ട്സും അതിന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഗുഡ് ഇഫക്ട്സും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. അതിപ്പോൾ ഇപ്പം ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എത്ര കാലം അതിൻ്റെ എന്താ പറയുക, അത് മുഖത്തത് കാണും, അല്ലെങ്കിൽ ആ യൂഷ്വലി ഒരു 6 മാസം മുതൽ 9 മാസം പരമാവധി നമുക്ക് അതിന്റെ റിസൾട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതായത് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ത്രെഡ് ലിഫ്റ്റിങ്ങിനെ കുറിച്ച്. ഈ ത്രെഡ് ലിഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലത്തേക്കാണ് അത്? ത്രെഡ് ലിഫ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആണ്, എന്നാൽ പോലും പരമാവധി ഒരു 2 to 3 years വരെ അതിന്റെ റിസൾട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം അത്രയും അതൊരു ലോങ് കാലയളവാണ് ഇപ്പൊ മറ്റ് പ്രൊസീജിയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ.
ഇപ്പോൾ യങ്ങർ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ചെയ്യുന്ന ഒരു 35-40 ഇയേഴ്സിൽ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും 3 ഇയേഴ്സ് വരെ അവർക്ക് വലിയ കംപ്ലയിൻസ് ഒന്നും കാണുകയില്ല. പക്ഷേ ഒരു 60 ഇയേഴ്സിൽ വരുന്ന ഒരു ലേഡിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് 2 ഇയേഴ്സിൽ ചിലപ്പം സിറ്റിംഗ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം കാണുന്നുണ്ട്. അത് ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ അഫക്റ്റഡ് ഏരിയാസ് മാത്രം വീണ്ടും ഒന്ന് നോക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ആ കംപ്ലീറ്റ് ഏരിയ തന്നെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ത്രെഡ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനടിയിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുകയാണ്. കൊളാജൻ ആണ് നമ്മുടെ സ്കിന്നിന് സപ്പോർട്ടും ഇലാസ്റ്റിസിറ്റിയും കൊടുക്കുന്നത്. അപ്പൊ ഇത് കൂടുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഫേം ആവുകയും യൂത്ത്ഫുൾ ആയി വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഏജിന് അനുസരിച്ച് വേണം നമ്മളത് ചെയ്യാൻ. പക്ഷേ ഈ ത്രെഡ് ലിഫ്റ്റിംഗ് ഒക്കെ ഏത് ഏജിൽ ചെയ്യാം? അതായത് നമ്മളിപ്പം 30 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് ത്രെഡ്സ് യൂസ് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ ത്രെഡ് ഇപ്പൊ സാഗിങ്ങിന് വേണ്ടി മാത്രം അല്ല ത്രെഡ്സ് യൂസ് ചെയ്യുന്നത്, സ്കിൻ റെജുവനേഷൻ പ്രൊസീജിയർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഫേസിലും നെക്കിലും മാത്രമല്ല, നമ്മുടെ കയ്യിൽ സാഗിങ് ഉണ്ടെങ്കിൽ ഇപ്പം തടിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ, ഇപ്പൊ വയറൊക്കെ കുറച്ച് ചാടിയിരിക്കുന്ന കേസസ്, ഇപ്പം പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന അത്തരത്തിലുള്ള കേസസിലും നമുക്ക് ത്രെഡ്സ് ഉപയോഗിക്കാം. സൈസ് ഓഫ് ത്രെഡ്സിന് വ്യത്യാസം വരും. അത് ശരി. അപ്പൊ സാധാരണ ഒരു ഫുൾ ബോഡി ഒരു റിജുവനേഷൻ ഇപ്പൊ സാഗിങ് അതിനൊക്കെ നമുക്ക് ത്രെഡ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പം ത്രെഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ത്രെഡ് യൂസ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് വീക്ക് കാലയളവിൽ നമ്മൾ മസാജും പിന്നെ സ്റ്റീം ചെയ്യുന്ന പ്രൊസീജിയേഴ്സും പിന്നെ മുഖം വളരെ ഇങ്ങനെ ബലപ്പിച്ച് കഴുകുന്ന രീതിയും അങ്ങനെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റുട്ടീൻ ആയിട്ടുള്ള മറ്റെന്ത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സും ഇതിനോടൊപ്പം ചെയ്യാം. കാരണം ഈ ത്രെഡ് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങ് റിസോർബ് ആയി പോവുകയാണ്, അങ്ങ് പോവാണ്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് വറീഡ് ആവണ്ട. ആ 1 വീക്ക് കഴിയുമ്പം ഇറ്റ്സ് ഡൺ. ആ സ്കിന്നിന്റെ അടിയിൽ അത് നോർമലായി റിസോർവ് ആയി. പിന്നെ അതിന്റെ ഫങ്ഷണൽ സംഭവം നടന്നുകൊണ്ടിരിക്കും, കൊളാജൻ പ്രൊഡക്ഷൻ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ലാസ്റ്റബിലിറ്റി അത്രയും ഉള്ളത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്താ പേരെന്താണ്? മാളു. ചോദിച്ചോളൂ. 2-3 ദിവസം കൊണ്ട് കുറച്ച് നാളായിട്ട് മുഖത്ത് കറുത്ത കുരുകൾ വരുന്നുണ്ട്. മൂക്കിലൊക്കെ ചൂട് കുരു പോലെയും പിന്നെ മൂക്കിന് താഴെയായിട്ട് മുടി ഇങ്ങനെ വളരുന്നുണ്ട്. ബ്ലാക്ക് കളറും ഉണ്ട് കഴുത്തിലൊക്കെ. അതെന്താണ് ഇങ്ങനെ? ഏജ് എത്രയാണ്? 18 വയസ്സായി. ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ 18 വയസ്സിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ്. മുഖക്കുരു വരുന്നതും ചിലപ്പോൾ ഇച്ചിരി ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളതും അതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് ഈ മുഖക്കുരു മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് ലേസർ വഴി നമുക്കത് റെഡ്യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും. ലേസർ ഹെയർ റിഡക്ഷൻ. ഹലോ, ഇതിനി എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇനി അവർ പറഞ്ഞ പോലെ നമ്മൾ ക്ലിനിക്കിൽ വരുമോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയോ ചെയ്യണം? അതെവിടെ ചെയ്യണം എന്നുള്ളത് പലരും ചോദിക്കുന്നില്ല. നമ്മൾ ഇവിടെ നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് കൊണ്ട് വ്യൂവേഴ്സിന് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ഈ ഏജിങ്ങിൽ വേറൊരു ഫാക്ടർ, ഇപ്പോൾ ഈ ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏജിങ്ങിലൊരു വരുന്നതിൽ മുടി പൊഴിയുന്നത് വലിയൊരു പ്രശ്നമാണ്. ആ തിക്നെസ് അങ്ങ് കുറയും. അപ്പൊ അതിനെങ്ങനെയാണ്? അത് നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ഡിസ്റ്റർബൻസ് വളരെ ഇതിനൊരു ആഡഡ് ഇതാണ് ഈ മുടി നഷ്ടപ്പെടാനും. ഇപ്പൊ ഹെയർ ഫോളും ഹെയർ ലോസ് എന്ന് പറയുന്ന രണ്ടും 2 സ്റ്റേജസ് ആണ്. ഇപ്പൊ ഹെയർ ഫോൾ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് വരുന്ന ഒരു അവസ്ഥയും ഹെയർ ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പാച്ചി ആയിട്ട് ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ട് വീണ്ടും മുടി ആ ഭാഗത്ത് വളരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം എസ്പെഷ്യലി ഫ്രണ്ട് ഏരിയയിൽ ഇപ്പം ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന പാറ്റേണിൽ വരുന്ന മുടി അലോപേഷ്യ പോലെ, ആൻഡ്രോജനിക് അലോപേഷ്യ. അപ്പോൾ അത്തരത്തിലുള്ള കേസസ് നമ്മളത് ആ ഹോർമോണൽ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യുകയും അതിനോടൊപ്പം ആ ഹെയർ ഗ്രോ ചെയ്യാനുള്ള ചില ട്രീറ്റ്മെന്റ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റെജുവനേറ്റ് ചെയ്തെടുക്കാം. അതായത് ഇപ്പം മുടി ഇപ്പോൾ ഉള്ളുന്നായുള്ള ഇതുകൊണ്ടാവാം പലപ്പോഴും മുടി നഷ്ടപ്പെടുന്നത്. പക്ഷേ അതേ പറഞ്ഞ പോലെ ഈ സൂപ്പർഫിഷ്യൽ മുകളിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ട്രീറ്റ്മെന്റ്? അത് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ നോക്കുക. പിന്നെ വിറ്റമിൻ എച്ച്, ബയോട്ടിൻ പോലുള്ള സപ്ലിമെന്റ്സിന്റെ ഉപയോഗം എപ്പോഴും ഈ ഹെയർ ലോസിന് ഒത്തിരി എന്നുവെച്ചാൽ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനോട് ബയോട്ടിൻ, വിറ്റമിൻ എച്ച്, പിന്നെ ഹെയർ ഗ്രോത്തിനുള്ള ട്രീറ്റ്മെന്റ്സ് സ്പെസിഫിക് ആയിട്ട്. ഇപ്പോൾ ഹെയർ ഗ്രോത്തിനുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ സ്റ്റെം സെൽ പോലുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അല്ല ഇപ്പം CIT പോലുള്ള ട്രീറ്റ്മെന്റ്സ് തന്നെ നമ്മൾ മറ്റ്
കെമിക്കൽസ് യൂസ് ചെയ്ത് അതൊന്ന് റെജുവനേറ്റ് ചെയ്ത് എടുക്കാനുള്ള പ്രൊസീജിയേഴ്സും ഉണ്ട്. ശരി, അപ്പോൾ നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? അനു. ഹലോ അനു. അനു, എവിടുന്നാ വിളിക്കുന്നത്? ആലുവ. ആലുവയെന്ന്. ചോദിച്ചോളൂ കേട്ടോ. പിന്നെ മകളുടെ മുഖത്ത് കുരു വന്നിട്ട് നിറച്ച് കറുത്തടയാളം. ഓക്കെ, കറുത്ത മാർക്കല്ല, അല്ലാതെ കുഴിവുകളല്ലല്ലോ. കുഴുവലല്ല, കറുത്ത കളർ. ചിക്കൻ ബോക്സ് വന്ന പോലെ കറുത്തടയാളം. അത് സാധാരണ ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാണ്ടിരുന്നാല് ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആയി. 16 വയസ്സായിട്ടുള്ളൂ. എത്രയാണ്? 16 വയസ്സ്. അത് തന്നെയാണ്. നമ്മളിപ്പോ അത് ചികിത്സ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഇത് കുറഞ്ഞു തുടങ്ങും. ആ പാടുകളുടെ കറുപ്പ് കുറഞ്ഞു വരും. ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. ഹലോ ഹലോ, ശ്രദ്ധിക്കൂ കേട്ടോ. ട്രീറ്റ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് അത് മാറ്റി കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഹലോ. മാറിക്കോളൂ അല്ലേ? കുറച്ചു കാലം വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ വേഗം വേഗം പാടുകൾ മാറിക്കിട്ടും. അപ്പോൾ എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണില്ല. എന്തെങ്കിലും അതായത് ഇങ്ങനെ വരുന്നതിന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റിനെക്കാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഇങ്ങനത്തെ ക്ലിനിക്സിൽ വന്ന് എസ്തെറ്റിക് ക്ലിനിക്സിൽ വന്നിട്ട് അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന മാർക്കുകളൊക്കെ എത്ര കാലം കൊണ്ട് ഇത് ചെയ്യും? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മുഖക്കുരു പോയ പാടുകൾ, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ PIH എന്നാണ് ഞാൻ പറയുന്നത്. സാധാരണ 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും അത് നോർമൽ കോഴ്സിൽ പോകാനായിട്ട്. അപ്പൊ അത് കാണാൻ അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് ഒരു 3-4 മാസം കൊണ്ട് മാറാം. ഈസി ആയിട്ട് 2 to 3 months കൊണ്ട് തന്നെ നമുക്കത് മാറ്റി സാധിക്കും. അത് ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞ ഈ മുടിയുടെ കാര്യം പറയുമായിരുന്നു. പലർക്കും ഈ സ്ട്രെസ് കൊണ്ടും ഈ മുടി പോവും. ഏജ് കൊണ്ട് മാത്രമല്ല, സ്ട്രെസ് കൊണ്ടും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ ട്രീറ്റ്മെന്റിൽ അതിൽ നമ്മൾ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പൊ പുറമേ ചെയ്യുന്നത്. അത് എന്താണ് അതിന്റെ കാരണം എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റെം സെല്ല് പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ കുറച്ച് ഏജ്ഡ് ക്ലയൻസിന് വളരെയധികം സഹായിക്കും. അതുപോലെ പുരുഷന്മാരിൽ കാണുന്ന ഏർലി ബോൾഡിങ്, ഇപ്പൊ നേരത്തെ കാണുന്ന കഷണ്ടിക്കൊക്കെ പലപ്പോഴും സ്റ്റെം സെല്ലിന്റെ ഉപയോഗമായിട്ട് കാണും. ഇപ്പൊ ലേഡീസിനാണെങ്കിലും അതുപോലെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ആ കറക്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നത്. എന്നാലും ഒരു 3 to 4 months മിനിമം വേണം ആ ഹെയർ ഗ്രോത്ത് ശരിക്കും ഒന്ന് എവിഡന്റ് ആയി കാണാൻ. ബിക്കോസ് അതല്ലാതെ പെട്ടെന്ന് ഒരു റിസൾട്ട് ഇപ്പൊ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കരുത്. അപ്പം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 3-4 months നമ്മൾ വെയിറ്റ് ചെയ്ത് വേണം. ഒരു അത് വളരെ പേഷ്യൻസും വേണം തോന്നുന്നു അല്ലെ? എങ്ങനെയാണ് ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റിന്റെ ഒരു ഇത് പോകുന്നത്? എങ്ങനെയാണ് യൂഷ്വലി ഇപ്പം നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ പുറത്ത് അബ്രോഡ് ഒക്കെ പോകുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ അവരെ ചില കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത് വിടും. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യുന്ന രീതിയിൽ അതിനുള്ള ഇൻസ്ട്രുമെന്റും അതിനുള്ള മെഡിസിനും മറ്റുമൊക്കെ നമ്മൾ കൊടുത്തു വിടും. ശരി. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കൊണ്ടാവാം. എന്താണ് കാര്യം എന്നല്ല, ഇപ്പോൾ ഒരു അറൗണ്ട് ഒരു 35 അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിൽ വർക്ക് സ്ട്രെസ് കൊണ്ടോ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു റെജിമെൻ എന്താണ്? ഇപ്പൊ വർക്ക്സ് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പൊ സ്ട്രെസ് കുറയ്ക്കാന്നുള്ളതാണ് ഇതിൽ വേണ്ടത്. പിന്നെ എന്തെങ്കിലും വിറ്റമിൻ്റെ അഭാവങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിറ്റമിൻ H, ആസ് ഐ ടോൾഡ് യു ബിഫോർ, ബയോട്ടിൻ സപ്ലിമെന്റ്സ്. പിന്നെ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് മാൻഡേറ്ററി ആണ്. പിന്നെ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരി, നമ്മൾ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല അനീമിയയുടെ പ്രശ്നങ്ങൾ. അപ്പൊ അനീമിയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഹെയർ ലോസും ഇപ്പൊ പറഞ്ഞ പോലെ സ്ട്രെസ് ലെവൽസും അത് കാരണവും കൂടിയിരിക്കും. അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറോ ചെക്കപ്പ്, ഇത് വെറും ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞ സൂപ്പർഫിഷ്യൽ ആയിട്ട് സ്കിന്നിന്റെ മാത്രമല്ല, നമ്മുടെ അകത്തുള്ള റെക്ടിഫൈ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ പുറമേയുള്ള ഇത് ട്രീറ്റ്മെന്റും കൂടെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതെ, പല ഇൻവെസ്റ്റിഗേഷൻസും ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നതും അത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അത് ശരി. ഇപ്പോൾ അവിടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഏജിങ്ങിനായാലും ആൻറ്റി ഏജിങ്ങിനായാലും പിഗ്മെന്റേഷൻ ആയാലും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരിക? ആദ്യം ഒരു ഫുൾ ചെക്കപ്പ് നടത്തി എങ്ങനെ ഹോർമോൺ ചെക്കപ്പ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്ത് അത് നോക്കുകയും അതിനുശേഷം പോസിബിളായി ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും.
അതിനുശേഷം അതിൽ കിട്ടാവുന്ന റിസൾട്ട്സിന്റെ ഒരു സാധ്യതകൾ, അതിനൊരു പ്രാക്ടിക്കൽ പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഇത്ര പെർസെന്റേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്ര റിസൾട്ടേ കിട്ടുള്ളൂ എന്നുള്ള ഒരു ഫാക്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റി, അത് ഒരു ഫാക്ടറാണ്. ഇപ്പൊ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പം ചിലത് വളരെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ചിലത് വളരെ നോർമൽ ആയിട്ടുള്ള ലെവൽസിൽ ചെയ്യാം. ചിലപ്പോൾ റിസൾട്ട് കുറച്ച് വൈകിയിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും പറയും. പേഷ്യൻസ് അവരുടെ അഫോർഡബിലിറ്റി കണക്കിലെടുത്ത് ആ ട്രീറ്റ്മെന്റ്സ് അവർക്ക് എടുക്കാവുന്നതാണ്. അതെ, അപ്പം എല്ലാ കാര്യങ്ങളും ആദ്യമേ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു പേഷ്യന്റ് വളരെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആണ് എനിക്ക് തോന്നുന്നു മെഡിക്കൽ എസ്തെറ്റിക് ക്ലിനിക് അല്ലേ? കാരണം ഇതൊരു മാനസികമായിട്ടും കൂടെ പേഷ്യൻസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുമായാണ് വരുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ എല്ലാ ഫാക്ട്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, കാരണം അവരുടെ എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആയിരിക്കും. അപ്പൊ നമ്മളത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അത് ഇത്ര സമയം എടുക്കും അല്ലെങ്കിൽ ഇത്ര റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അത് മാനസികമായിട്ട് അക്കോമഡേറ്റ് ചെയ്യും. ശരി. അപ്പം ഇപ്പം നിമ്മയുടെ ഇതിൽ ക്ലിനിക്സിൽ പലതരം പേഷ്യൻസ് വരും. അപ്പം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും വളരെ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ മനസ്സിന് സന്തോഷം തോന്നിയിട്ടുള്ള ചേഞ്ചസ് ഏത് ട്രീറ്റ്മെൻറ്റിൽ ചെയ്തപ്പോഴാണ് വന്നത്? ഈ ത്രെഡ് ലിഫ്റ്റിംഗ് പ്രൊസീജിയേഴ്സും കൊളാജൻ ഇൻഡക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ആന്റി ഏജിംഗ് പ്രൊസീജിയേഴ്സിലും ചേഞ്ചസ് ഭയങ്കര നോട്ടീസബിൾ ആണ്. വളരെ നേരത്തെ കാണും. അതെ, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ആളെ തന്നെ അങ്ങ് മാറുന്ന രീതിയിൽ നമുക്കത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നത് ഈ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ്സ്. ശരി. അപ്പം പക്ഷെ എത്രത്തോളം അത് ഈ ത്രെഡ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ പോക്കറ്റിൽ അടങ്ങുന്നതാണോ അതോ ഇത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ത്രെഡ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് ഇപ്പം ഒരുപാട് കോസ്മെറ്റിക് ആണ്. അതെ, കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്. അപ്പം ത്രെഡ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ചെറിയ ഏരിയാസിലാണെങ്കിൽ തീർച്ചയായിട്ടും അഫോർഡബിൾ റേഞ്ച് വരും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫുൾ ഫേഷ്യൽ ലിഫ്റ്റ് വിത്ത് നെക്ക് ഒക്കെ ചേർന്നിട്ട് വരുമ്പോൾ അത് നമ്പർ ഓഫ് ത്രെഡ്സ് കൂടുമ്പോൾ അതിന്റെ എക്സ്പെൻസും കൂടും. അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേറെ ഓൾട്ടർനേറ്റീവ് ചികിത്സാ രീതികളുണ്ട്. ഇപ്പൊ കൊളാജൻ ഇൻഡക്ഷൻ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, അത് തീർച്ചയായിട്ടും നല്ല റിസൾട്ട്സ് ഫെച്ച് ചെയ്യുന്നതാണ്. ഇതുമാതിരി തന്നെ റിസൾട്ട്സ് കിട്ടും, പക്ഷെ കുറച്ച് ടൈം ഡിലേ വരുന്നുണ്ട് അതിൽ. ശരി. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആഴ്ചക്കകത്ത് ഒരു വളരെ വലിയൊരു വ്യത്യാസം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഇമീഡിയറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ത്രെഡ് തന്നെയാണ് ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കൊളാജൻ ആണെങ്കിൽ ഒരു മാസം പിടിക്കുമോ അതിന്റെ ഇഫക്റ്റ് വരാൻ? ഇല്ല, കൊളാജൻ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഓരോ മാസത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റിംഗ്സ് ആണ്. അപ്പൊ അത് പലപ്പോഴും നമ്മൾ വളരെ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 6 മാസം ഇപ്പൊ യൂഷ്വലി ഇത് തുടങ്ങുന്ന ആൾക്കാർ ഇത് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് അങ്ങ് ചെയ്യുന്നത്. ബിക്കോസ് ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം 2 ഇയേഴ്സോ 3 ഇയേഴ്സോ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൊളാജന്റെ ഇത് ചെയ്യണം? ഇല്ല, അത് 30 ഡേയ്സ് കഴിഞ്ഞാൽ ഈ സിറ്റിംഗ്സ് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇപ്പം ഈ പറഞ്ഞ നേരത്തെ ഫംഗ്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് വന്ന് അവർക്ക് ട്രീറ്റ്മെന്റ്സ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇപ്പം സ്കിന്നിന്റെ നമ്മളിപ്പം മെയിൻലി പറഞ്ഞത് പിഗ്മെന്റേഷനും ആന്റി ഏജിങ്ങിനെ കുറിച്ചാണ്. പിന്നെ വേറെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ക്ലിനിക്കിൽ കൊടുക്കുന്നുണ്ട്? ആന്റി ഏജിങ്ങിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അല്ല, പിഗ്മെന്റേഷനും ആന്റി ഏജിങ്ങിന്റെ നമ്മൾ വളരെ അല്ലാതെ വേറെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൻ ഇതിനാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കെമിക്കൽ പീലിംഗ് പോലുള്ള ട്രീറ്റ്മെന്റ്സ്, പിന്നെ ലേസർ ഹെയർ റിഡക്ഷൻ, ഇപ്പം അമിതമായിട്ടുള്ള രോമവളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, പിന്നെ ലേസർ ട്രീറ്റ്മെന്റ്സ്, പിന്നെ മെഡിക്കൽ ഫേഷ്യൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, മൈക്രോഡെർമാബ്രേഷൻ, ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ത്രെഡ് ലിഫ്റ്റ്, പിന്നെ മീസോതെറാപ്പി, അതുപോലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പേഷ്യൻസിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുസരിച്ച് ചിലപ്പം അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. ശരി. അപ്പോൾ ഒരു ടോട്ടൽ ഒരു സ്കിൻ കെയർ, അതായത് നമ്മുടെ ഇന്റേണൽ ഹെയർ കെയർ എന്ന് വേണമെങ്കിൽ അതെ, സ്കിൻ ആൻഡ് ഹെയർ, അത് തീർച്ചയായിട്ടും അത് കാരണം ഇത് സമഗ്രമായിട്ട് വരുന്നൊരു സംഭവമാണ്. എല്ലാം കൂടി ഒത്താണ് വരുന്നത്. നമ്മുടെ ഇന്റേണൽ ഹെൽത്ത് പ്ലസ് എക്സ്റ്റേണൽ ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കുറവ് അതെല്ലാം മാറ്റി അല്ലേ? അതെ. പിന്നെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം ഉണ്ട്. അതെ. ഇപ്പം ഏജ് ക്ലയൻസിന് ഉപയോഗിക്കേണ്ട ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ്സ്, ഇപ്പൊ യങ് ക്ലയൻസിന് യൂസ് ചെയ്യേണ്ട വിറ്റമിൻ സപ്ലിമെന്റ്സ്, അപ്പൊ ഇതും കൂടി ഇപ്പൊ ഇന്റേണലിയും കൂടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ആ ഒരു ഗ്ലോ ശരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. ഓക്കെ, അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.